ജിയോ, വോഡോഫോൺ, എയർടെൽ, ഐഡിയ തുടങ്ങിയ സേവനദാതാക്കൾ ജൂലൈയിൽ അവരുടെ നിരക്കുകൾ 11 മുതൽ 24% വരെ വർദ്ധിപ്പിച്ചപ്പോൾ ആ ജൂലൈ മാസത്തിൽ തന്നെ BSNLിലേക്ക് ഒഴുകിയെത്തിയത് 31 ലക്ഷത്തോളം കസ്റ്റമേഴ്സാണ്. സിം BSNLിലേക്ക് പോർട്ട് ചെയ്തും പുതിയ കണക്ഷനുകൾ എടുത്തും അങ്ങനെ BSNL നമ്മുടെ സേവനദാതാക്കളുടെ രംഗത്ത് മുൻനിരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ ടെലികോം മേഖലയിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് സർവത്ര എന്ന് പറഞ്ഞ പുതിയ പദ്ധതിയുമായി നമ്മുടെ BSNL എത്തിയിരിക്കുകയാണ്. എന്താണ് സർവത്രയെന്നും എങ്ങനെയാണ് സർവത്രയെന്നും എന്തിനാണ് സർവത്രയെന്നും നിങ്ങൾക്ക് അറിയണേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ജിയോ, എയർടെൽ, ഐഡിയ, വോഡോഫോൺ എന്നീ സേവനദാതാക്കൾ 11 മുതൽ 24% വരെ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ ₹1 പോലും വർദ്ധിപ്പിക്കാതെ കൂടെ നിന്നതാണ് നമ്മുടെ BSNL. കുറഞ്ഞ വരുമാനമുള്ളവർക്കും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും വേണ്ടി ആകർഷകമായ റീചാർജ് പാക്കേജുകളാണ് BSNL ഓഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കാരണത്താൽ BSNLിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് സിം പോർട്ട് ചെയ്തും അതുപോലെ തന്നെ പുതിയ കണക്ഷനുകളുമാക്കി എടുത്തത്. ടെലികോം രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാനായി BSNLന്റെ CMD ആയ RJ ദിൽസാർ പുറത്തിറക്കിയ പുതിയൊരു പദ്ധതിയാണ് സർവത്ര. എന്താണ് സർവത്ര എന്നല്ലേ? വരൂ നമുക്ക് നോക്കാം. വീട്ടിലെ ഫൈബർ കണക്ഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന അതിവേഗ ഇന്റർനെറ്റ്, അതായത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വീട് വിട്ട് പുറത്തു പോയാൽ നമുക്ക് സാധാരണ കിട്ടാറില്ല. അപ്പൊ ആ വീട് വിട്ട് നമ്മൾ എവിടെ പോയാലും ആ ഇന്റർനെറ്റ് വൈഫൈ ആയി നമുക്ക് കിട്ടുകയാണെങ്കിലോ, അങ്ങനെ വൈഫൈ ആയിട്ട് വീട്ടിലെ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വൈഫൈ ആയിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ലഭിക്കുന്നതിനുള്ള പുതിയൊരു പദ്ധതിയുടെ പേരാണ് സർവത്ര. ഫൈബർ കണക്ഷനുള്ള വീടുകളിൽ ആ വൈഫൈ വെച്ചിട്ടായിരിക്കും നമ്മൾ 3-4 ആളുകൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നത്. എന്നാൽ വീട് വിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ സെപ്പറേറ്റ് ഡാറ്റ പ്ലാനുകൾ ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഈ വീട്ടിലെ വൈഫൈ തന്നെ നമുക്ക് എവിടെ പോയാലും ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് 3-4 ആളുകൾക്ക് സെപ്പറേറ്റ് ഡാറ്റ പ്ലാൻ ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് മൊബൈൽ ഡാറ്റയ്ക്ക് വേണ്ടി ചെലവാകുന്ന പൈസ വലിയ തോതിൽ കുറയ്ക്കാനാവും എന്നുള്ളതാണ് ഈ സർവത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സ്ഥലത്തെ FTTH കണക്ഷൻ മറ്റൊരു സ്ഥലത്തെ ഇന്റർനെറ്റ് ആയി നമുക്ക് ഉപയോഗിക്കാം. ഇതിനായി നമ്മൾ FTTH കണക്ഷൻ ഉള്ളവർ സർവത്രയുടെ പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ കണക്ഷൻ സർവത്ര എനേബിൾ ആയി മാറും. ഇങ്ങനെ എനേബിൾ ആകുമ്പോൾ രണ്ടാമത്തെ കണക്ഷന്റെ വൈഫൈയോ പാസ്വേഡോ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഒരു വെർച്വൽ ടവറായിട്ടായിരിക്കും നമ്മളുടെ സർവത്ര പ്രവർത്തിക്കുന്നത്. മറ്റൊരു മോഡം ഒരു സഞ്ചാരപാതയായി മാത്രം ഉപയോഗിക്കുന്നതിനാൽ സുരക്ഷയുടെ കാര്യത്തിലും നമുക്ക് ആശങ്ക വേണ്ട. എന്തായാലും തീർച്ചയായിട്ടും BSNLന്റെ ഈ സർവത്ര എന്ന് പറയുന്ന പ്ലാൻ എല്ലായിടവും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വീട്ടിലെ ഫൈബർ കണക്ഷന്റെ മാത്രം ചെലവിൽ ഉപയോഗിക്കാനാവും എന്നുള്ളത് കൊണ്ട് എന്തായാലും ഈ ടെലികോം രംഗത്ത് തീർച്ചയായിട്ടും ഒരു വിപ്ലവം തന്നെ ഈ സർവത്ര സൃഷ്ടിക്കുമെന്നാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ സർവത്ര നമ്മൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സൈറ്റിൽ കയറി portal.bsnl.in/FTTH/Wi-Fi എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വെൽക്കം ടു സർവത്ര BSNL വൈഫൈ എന്നുള്ള ഇത് കാണിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ FTTH നമ്പറും അതുപോലെ തന്നെ ആ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറും ചോദിക്കും. അതിന്റെ താഴെ ഒരു കോഡും കാണിക്കും. ആ കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ FTTH നമ്പറും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും കാണിച്ചിട്ട് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഈ കാണുന്ന ഇന്റർഫേസിൽ ആ ചോദിച്ച സ്ഥലത്ത് OTP കൊടുത്ത് നമ്മൾ ഒന്ന് എൻ്റർ ചെയ്യുക. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഓപ്പൺ ആവുന്നതെന്ന് പറയുന്നത് അവർ നമുക്ക് നമ്മളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ നമുക്കുള്ള പാസ്വേഡും കാണിക്കും. ഒരു യൂസർ നെയിമും തരും, പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. 2 പ്രാവശ്യം കൺഫർമേഷൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെയുള്ള അവരുടെ കണ്ടീഷനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള അതിനകത്ത് ആ ഒരു ടിക്ക് ഇട്ട് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കൊരു മെസ്സേജ് അവിടുന്ന് തിരിച്ചു വരും. ആ മെസ്സേജ് ഇങ്ങനെയായിരിക്കും: താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ് ടു സർവത്ര BSNL വൈഫൈ സർവീസ് എന്നായിരിക്കും. ഇനി നമ്മൾ സർവത്രയിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വൈഫൈ സെർച്ച് ചെയ്തിട്ട് അതിൽ സർവത്ര BSNL വൈഫൈ എന്ന് കാണിക്കും. ആ വൈഫൈ നമ്മളുടെ ഡിവൈസിൽ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ സർവത്ര പോർട്ടിലേക്ക് കണക്ട് ആയി കഴിയും. അത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിക്കോളും. അപ്പം നമുക്കിനി ഇപ്പം നമ്മൾ എവിടെ പോയാലും അവിടെയൊക്കെ നമുക്ക് അവിടെ ഒരു വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈ നമ്മുടെ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സ്കൂളുകൾക്കും സ്റ്റഡി സെന്ററുകൾക്കും കോളേജുകൾക്കും ബസ് സ്റ്റാൻഡിലോ ഹോസ്പിറ്റലിലോ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സർവീസും കൂടി ആയിരിക്കും. സർവത്രയെ കുറിച്ച് എനിക്കറിയാവുന്ന ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബൈ.